കസ്തൂരി മഞ്ഞൾ ഈ ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള വിളവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ തവണ കളക്ട് ചെയ്തതിനേക്കാളും നമ്മൾ ഇത്തവണ കൾട്ടിവേഷൻ ചെയ്ത് ഹാർവെസ്റ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ബാച്ചസ് ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡ്രൈയിങ്ങും ക്ലീനിങ്ങും പ്രോസസ്സിങ്ങും എല്ലാം. കസ്തൂരി മഞ്ഞൾ ആനുവൽ ക്രോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്ക് വേണ്ട സ്റ്റോക്ക് നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ കളക്ട് ചെയ്ത് അത് ക്ലീൻ ആയിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്ത് സൂക്ഷിക്കണം. ഇതായിരിക്കും ഒരു വർഷത്തേക്കുള്ള നമ്മളുടെ സ്റ്റോക്ക്. ഇപ്രാവശ്യം കസ്തൂരി മഞ്ഞളിന് വരുന്ന ഓർഡേഴ്സും എൻക്വയറീസും ഒരുപാടായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ ഈ ഒരു പ്രോഡക്റ്റ് അധികം ബൾക്കായിട്ട് തന്നെയാണ് കൾട്ടിവേഷനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ട് തന്നെ നമുക്ക് ഒരുപാട് കസ്തൂരി മഞ്ഞൾ ഇത്തവണ നമുക്ക് ഹാർവെസ്റ്റിങ്ങും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ മാർക്കറ്റിൽ റെയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അഡൾട്രേഷൻ നടക്കാൻ ചാൻസ് ഉള്ള ഒരു ഡ്രഗാണ് കസ്തൂരി മഞ്ഞൾ. നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത് മഞ്ഞക്കൂവയാണ്, മഞ്ഞ നിറത്തിലാണ് അവർ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം മഞ്ഞക്കൂവ യൂസ് ചെയ്യുമ്പോൾ കിട്ടില്ല. ഇനി കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്ത് ഒരാളുടെ റിവ്യൂ നമ്മൾക്കൊന്ന് കേൾക്കാം. ഹലോ, എനിക്ക് നിങ്ങളുടെ കസ്തൂരി മഞ്ഞൾ നല്ല ഇഷ്ടമായി കേട്ടോ. എനിക്ക് നന്നായി ചേരുന്നുണ്ട്. എനിക്ക് നിറയെ മുഖത്ത് നിറയെ ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ മറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ചായിട്ടുള്ളൂ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇപ്പം നല്ല മാറ്റം തോന്നുന്നുണ്ട്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്. ഞാൻ തേനാണ് അതിന് യൂസ് ചെയ്യണത്. ഇപ്പം എനിക്ക് നല്ല മാറ്റം ഉണ്ട്. എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കേട്ടോ.